ഒരു സിനിമ എടുക്കാൻ വേണ്ടി അദ്ദേഹം 10 വർഷം തന്നെ മാറ്റിവെച്ചു. അങ്ങനെ ഒരു സിനിമയുമായി എത്തുകയാണ് മലയാളികളുടെ ഏറ്റവും പ്രഗത്ഭനായ സംവിധായകൻ ബ്ലസ്സി ഒരുക്കുന്ന പൃഥ്വിരാജ് നായകനാകുന്ന ആടുജീവിതം എന്ന ചിത്രമാണ് ഈ ചിത്രം. അത്രയ്ക്ക് വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ചിത്രം ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഒരുങ്ങുന്നത്. മലയാളികൾ ഭൂരിഭാഗം പേരും അറിഞ്ഞതും വായിച്ചതുമായ ആടുജീവിതം സിനിമയാകുമ്പോൾ അവർക്ക് വായിച്ച അതുപോലെ തന്നെ ഒരു സിനിമ ലഭിക്കണം എന്നതിനപ്പുറം ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഒരു ചിത്രം ഒരുക്കുക എന്ന രീതിയിലാണ് ആടുജീവിതം ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ടീസറും വീഡിയോകളും ഒക്കെ കണ്ട് നമ്മൾ തന്നെ ഞെട്ടുകയും ഉണ്ടായി. വലിയൊരു അതിജീവനം പറയുന്ന സിനിമയാണെങ്കിലും ഈ ചിത്രവും കോവിഡ് കാല അതിജീവനത്തെ തരണം ചെയ്തുകൊണ്ടാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അതിജീവനം പറയാനൊരുങ്ങുന്ന ആടുജീവിതം സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ കോവിഡ് കാല അതിജീവന ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. കോവിഡ് കാലത്ത് ബ്ലസ്സിയും പൃഥ്വിരാജും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും അടക്കം ജോർദാനിലെ മരുഭൂമിയിൽ കടന്നുപോയ നിമിഷങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഏപ്രിൽ 10 തിയേറ്ററിലെത്തുന്ന ആടുജീവിതം സിനിമയ്ക്കായി കാത്തിരിക്കുന്നവരെ കടന്നുപോയ കാലവും അനുഭവവും ഓർമ്മിക്കുകയാണ് പുതിയ വീഡിയോ. ഈ വീഡിയോ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അതിലെ ഒരു ഭാഗം മാത്രം വലിയ രീതിയിൽ പ്രചാരം നേടുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, ആടുജീവിതം എന്ന സിനിമയിലെ അണിയറ പ്രവർത്തകരെല്ലാം ജോർദാനിൽ കുടുങ്ങിപ്പോയപ്പോൾ അവർക്ക് ആശ്വാസമായി എത്തിയ ലാലേട്ടന്റെ വാക്കുകൾ. ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ രാത്രി വേറെ കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് പറ്റിയില്ല. ഇത് ബ്ലസ്സിക്ക് വേണ്ടി മാത്രമല്ല, ബ്ലസ്സിയുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാവിധ സഹായങ്ങളും സൗകര്യങ്ങളും അവിടെ ചെയ്തു തരാൻ ആൾക്കാരുണ്ടെന്നറിയാം. ഞങ്ങളും വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ഇവിടെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ബ്ലസ്സി അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളാൽ കഴിയാവുന്നതെല്ലാം ചെയ്തു തരാം. പ്രത്യേകിച്ചും കൂടെ പറയണം. God bless you. Prayers. ലാലേട്ടന്റെ വാക്കുകൾ അത് ലൗഡ് സ്പീക്കറിലിട്ട് അണിയറ പ്രവർത്തകരെ എല്ലാം കേൾപ്പിക്കുന്ന ബ്ലസ്സിയെ നമുക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. മോഹൻലാലിന്റെ വാക്കുകൾ അത്രയ്ക്ക് വലിയ ഇമ്പാക്റ്റ് ആണ് ആ ഒരു പ്രവർത്തകർക്ക് ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് ചെയ്യാം എന്ന് മോഹൻലാൽ പറയുന്നതും അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന അണിയറ പ്രവർത്തകരെയും ഒക്കെ നിമിഷങ്ങൾ വന്നപ്പോൾ അത് ആരാധകരും സിനിമാ പ്രേമികളും ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം എക്സ് പ്ലാറ്റ്ഫോമിൽ ഈ വലിയ വീഡിയോയിലെ ഈ ദൃശ്യങ്ങൾ മാത്രം പ്രേക്ഷകർ വൈറലാക്കിയുണ്ടായി. അതിനൊപ്പം തന്നെ ലാലേട്ടന്റെ വാക്കുകളെ കുറിച്ച് അവർ പറയുന്നു. കൂടാതെ ആടുജീവിതം എന്ന സിനിമ ഒരു ബെഞ്ച് മാർക്കായി മോളിവുഡിൽ മാറും എന്ന ഹോപ്പ് കൂടി അവർ മുന്നോട്ട് വെക്കുകയാണ്. മോഹൻലാലിന്റെ ആ വോയിസ് മെസ്സേജ് ആടുജീവിതം ടീം കോവിഡ് കാല സമയത്ത് ലോക്ക്ഡൌണിൽ കുടുങ്ങിയപ്പോൾ കേൾക്കുന്നതും അവരുടെ ആശ്വാസ നിമിഷങ്ങളും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു കരുതൽ മോഹൻലാലിൽ നിന്നും എത്തിയപ്പോൾ ആ വാക്കുകളിൽ അത് പ്രകടമായിരുന്നു. ഈ കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എത്തിയതും. ഒപ്പം ആടുജീവിതം എന്ന സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ആശംസ തന്നെ നേരുകയാണ്. ആടുജീവിതം നമുക്ക് മുന്നിലേക്ക് ഉടൻ തന്നെ എത്താൻ പോവുകയാണ്. പൃഥ്വിരാജിന്റെയും ബ്ലസ്സിയുടെയും കരിയറിലൊക്കെ ഒരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന ഒരു ചിത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ആടുജീവിതത്തെ.